പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ വൻ വെട്ടിപ്പും തട്ടിപ്പുമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരിക്കലും നിരക്കാത്ത കാര്യം, ശബരിമലയ്ക്കോ അതുപോലെ അയ്യപ്പ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള വെട്ടിപ്പിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതെ, ഇത് വീണ്ടും സർക്കാരിനെ അല്ലെങ്കിൽ പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് തലേ ദിവസം അവിടെ താമസിച്ചു, മരാമത്ത് കോംപ്ലക്സിലാണ് താമസിച്ചത്. കട്ടിലിന് 1,00,000 രൂപ അല്ലേ, അങ്ങനെ അതെ, കിടക്ക, ഇങ്ങനെ നീണ്ടുപോവുകയാണ് കാര്യങ്ങൾ. ഈ അയ്യപ്പ സംഗമത്തിലെ തട്ടിപ്പിനെതിരെ ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടേറിയറ്റ് ധർണ വരെ നടത്തിയിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും. ഇന്നത്തെ ധർണയിൽ നമ്മൾ ആവശ്യപ്പെട്ടത് ഇത് സംസ്ഥാന SITയോ വിജിലൻസോ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇതൊരു ആഗോള തട്ടിപ്പായിട്ട് മാറിയിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ധർണയിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും വിവിധ ഹിന്ദു സംഘടനകളെ പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ള ഹിന്ദു ഐക്യവേദി, വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കൾ സൂചിപ്പിച്ചിട്ടുള്ളൂ. എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. നമ്മൾ ഇതിൻ്റേതായ ഒരു നിവേദനം റൂളിംഗ് പാർട്ടി എന്നുള്ള നിലയിൽ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജിയെ ധരിപ്പിക്കുകയാണ്. എന്തായാലും ശബരിമല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളുടെ കൂടെ ഒരു കൊള്ളയാണ്. ഇത് ആഗോള അയ്യപ്പ സംഗമമല്ല, ആഗോള അയ്യപ്പ കൊള്ളയാണ് ശ്രീ മുഖ്യമന്ത്രിയുടെ ടീമും നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനും ഉദ്യോഗസ്ഥന്മാരും ചെയ്തിരിക്കുന്നത്. ഇത് സ്പെഷ്യൽ കമ്മീഷണർ ആണ് ഇത് ഹൈക്കോടതി പറഞ്ഞ് അന്വേഷിച്ചിട്ടുള്ളത്, അല്ലാതെ കേന്ദ്ര ഏജൻസികളോ SITയോ ഹിന്ദു സംഘടനകളുടെ അന്വേഷണ ഉദ്യോഗസ്ഥരോ അഡ്വക്കേറ്റ് കമ്മീഷണറൊന്നും അല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 2 ജഡ്ജിമാർ അവിടെ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാശ് എവിടെ നിന്നാണ്, അതിൻ്റെ വൗച്ചറും കാര്യങ്ങളും എങ്ങനെയാണ്, അതിൻ്റെ എക്സ്പെൻസിറ്റർ വഹിച്ചത് ആരൊക്കെയാണ്, അതിൻ്റെ വരവ് ചെലവ് കണക്കുകളെക്കുറിച്ച് ആരാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ ഏൽപ്പിച്ചു. അദ്ദേഹം വളരെ സുതാര്യവും ദൈവത്തിനെ നിലനിർത്തി സത്യസന്ധമായ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ വളരെ പൈശാചികപരമായ ആഗോള അയ്യപ്പ വെട്ടിപ്പ് സംഗമം പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ വിജയനാഥ് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് കിടക്കുവാൻ 1,00,000 രൂപയുടെ ബെഡ് ആലോചിച്ച് നോക്കണം. ഒരു ദിവസത്തേക്ക് ഒരു 3-4 മണിക്കൂർ അവിടെ ഉറങ്ങുന്നതിന് ഇത്രയും കാശ് ദേവസ്വം ബോർഡ് ദൂർത്തടിക്കണമോ? അതിൻ്റെ കൂടെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഈ ഷൂട്ടും ടൈയും കോട്ടും ധരിച്ച് ശബരിമലയിൽ വന്ന ആഗോള വ്യവസായികൾക്ക് കിടക്കുവാൻ 120 ബെഡ്. അതിനുപരി കുമരകത്ത് നിരവധി റൂമുകൾ, സൂട്ടുകൾ ബുക്ക് ചെയ്തിരിക്കുന്നു. മൂന്നാറിലും ബുക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ അയ്യപ്പ സംഗമം ഉദ്ഘാടനം നടത്തിയത് 10-10:30 മണിയാണ്. അതെ, ഞാൻ പമ്പയിലുണ്ടായിരുന്നു. ഈ തിരുവനന്തപുരത്ത് നിന്ന് പമ്പ വരെ പോകാനായിട്ട് ഒരു 170 കിലോമീറ്റർ. അതെ, നമ്മൾ സാധാരണ കാറിൽ പോവുകയാണെങ്കിൽ ഒരു 4-4.5 മണിക്കൂർ കൊണ്ട് എത്താം. ഈ രാജാവിന് പോകുമ്പം 40 കാറിൻ്റെ അകമ്പടിയോടുകൂടിയല്ലേ പോകും. തീർച്ചയായിട്ടും 2 മണിക്കൂർ അല്ലെ 2.5 മണിക്കൂർ കൊണ്ട് നേരെ എത്താം. ഇടയ്ക്ക് അദ്ദേഹത്തിന് ഒന്ന് വിശ്രമിക്കണമെങ്കിൽ പത്തനംതിട്ടയിലുമൊക്കെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് അല്ലേ. അപ്പോൾ പിന്നെ തലേ ദിവസം അവിടെ വിപുലമായ ഒരുക്കം നടത്തി പോകേണ്ടതായ കാര്യമില്ലായിരുന്നു എന്നുള്ളതാണ്. 10:30 മണിക്ക് ഉദ്ഘാടന സമ്മേളനവും കഴിഞ്ഞ് സ്ഥലം വിടുകയും ചെയ്തു. അത് അവിടെ വേറെ സംഭവമൊന്നുമില്ലായിരുന്നു. അല്ല, ഇതിനകത്ത് ദുരൂഹത പുള്ളി വിദേശ രാഷ്ട്രങ്ങളും അമേരിക്കയും അവിടെ എവിടെയും ട്രീറ്റ്മെൻറ്റ് പോവുകയാണ്. ദുബായിൽ സ്ഥിരം പോകുന്നു. അപ്പോൾ അവിടെ പോകുമ്പം പുള്ളിക്ക് കൊടുക്കുന്ന വ്യവസായ പ്രമുഖർക്ക് പുള്ളിക്ക് വേണ്ട പരിഗണന അവിടെ കൊടുത്തപ്പോൾ അവർക്ക് വേണ്ടി ശ്രീധർമ്മശാസ്താവിൻ്റെ പൂങ്കാവനത്തിൽ അവർക്കൊരു വിരുന്ന് കൊടുത്തുന്ന ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ വിരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വിഭവസമൃദ്ധമായ അവിടെ ഈ സാമ്പാറും അവിയലും ആയിരിക്കത്തില്ലല്ലോ. അതാണ് ദുരൂഹത. അതിനാണ് കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കണമെന്ന്
ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പ് ധർണയിൽ നമ്മൾ അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നെയ്മീൻ വിളമ്പിയെന്നാണോ പറയുന്നത്? ആണ് വളരെ പമ്പയിലോ? പമ്പയിൽ. അല്ല, പമ്പയിലെ ആ സദ്യാലയത്തില് അവിടുന്ന് രാവിലെ ഞാൻ കാപ്പി കുടിച്ചു, അതെ, ഉച്ചയ്ക്ക് ഊണും കഴിച്ചു, അതെ. എന്നിട്ട് ഞാനിങ്ങ് മടങ്ങി. കാരണം പിന്നെ ഉള്ള സെഷനിലൊന്നും ആളില്ല, പിന്നെ ഞാനിങ്ങ് മടങ്ങി. അതെ, അവിടെ ഒന്നും ഇത്തരത്തിലുള്ള ഭക്ഷണമൊന്നും ഉണ്ടായിട്ട് എനിക്കറിയത്തില്ല. ഇനി മുഖ്യമന്ത്രിക്ക് മരാമത്ത് നമ്മൾ ചിലപ്പം അല്ല, ഇവർക്ക് വിളമ്പിയൊന്നും അറിയത്തില്ല. എല്ലാ അദ്ദേഹത്തിന് നെയ്മീൻ ഇല്ലാതെ ഇറങ്ങത്തില്ലെന്നാണല്ലോ പറയുന്നത്. ആണ്. സി ദിവാകരൻ അതെ, സൂര്യ എന്ന് പറയുന്നത് താഴെ തട്ടിലുള്ളവന്റെ ഭക്ഷണവും വരേണ്യവർഗത്തിൻ്റെ ചൂരയും നെമ്മീൻ അധികാരവർഗത്തിൻ്റെ എന്നാണ് പുതിയ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൻ്റെ കണ്ടുപിടുത്തം. അതാണ് പമ്പയിൽ നിന്ന് അരങ്ങേറിയത് കഴിഞ്ഞ അയ്യപ്പ ആഗോള സംഗമത്തിൽ. അപ്പോൾ ഇത് സുതാര്യമായ ഒരു അന്വേഷണം. ഈ ഇത്രയും ഫുഡിൻ്റെ കാറ്ററിംഗുകാർക്ക് ഇതുവരെയും കാശ് കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ ഔദ്യോഗികമായിട്ട് ആദ്യം നിയമസഭ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മന്ത്രി കള്ളം പറഞ്ഞിരിക്കുകയാണ്. സത്യത്തിന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിന് സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നു അസംബ്ലിക്കകത്ത്. മറ്റ് പ്രതിപക്ഷ MLA മാർ ചോദിച്ചപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പൈസയും ദേവസ്വം ബോർഡ് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടില്ല. എല്ലാം സ്പോൺസറാകുന്നു. അദാനി സ്പോൺസർ ചെയ്തിട്ടുണ്ട്, ധനലക്ഷ്മി ബാങ്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്, ഇവൻ്റ് നടത്തിയ ഊരാളുങ്കൽ സൊസൈറ്റിയും സ്പോൺസർ ചെയ്തിട്ടുണ്ട്, വിവിധ പ്രവാസി വ്യവസായികൾ ചെയ്തിട്ടുണ്ട്. അവിടെ 5 പൈസ ദേവസ്വം ബോർഡിൻ്റെ ഖജനാവിൽ നിന്നോ ദേവസ്വം ബോർഡിൻ്റെ ബാങ്കായ ധനലക്ഷ്മി ബാങ്കിൽ നിന്നോ വിഡ്രോ ചെയ്തിട്ടില്ല. ലാസ്റ്റിൽ തിരിച്ചു നോക്കിയപ്പോഴാണ് കംപ്ലീറ്റ് സത്യവിരുദ്ധമാണ്. ഇദ്ദേഹം അസംബ്ലിയിൽ പറഞ്ഞ കാര്യമായത്, ഒരു മന്ത്രി. അപ്പോൾ അത്തരത്തിലുള്ള ജനങ്ങളെ, ഇവിടുത്തെ ആത്മാഭിമാനമുള്ള ഹിന്ദുവിൻ്റെ വിശ്വാസത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഗവൺമെൻറ്റിന് യാതൊരു വിധ അവകാശവും 3 മാസം തുടർന്ന് അധികാരമില്ല. ജനങ്ങളോടുള്ള സത്യപ്രതിജ്ഞ ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷവും ഉണ്ടാതിരിക്കുന്നു. കാരണം പ്രതിപക്ഷം എന്താ, പ്രതിപക്ഷ 10 വർഷത്തിന് മുമ്പേ കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്നപ്പോൾ, പ്രയാർ പ്രസിഡൻ്റായിരുന്നപ്പോൾ മെമ്പർമാരെല്ലാവരും കൂടി ചേർന്ന് കൊടിമരം വളഞ്ഞു എന്ന് പറഞ്ഞ് പൊളിച്ചിരിക്കും. അതിൻ്റെ സ്വർണം തട്ടി. അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണമാണ് നടത്തുന്നത്. 5 വർഷം ഇടതുപക്ഷം ഭരിക്കട്ടെ, 5 വർഷം UDF ഭരിക്കട്ടെ, നമ്മൾ വേറെ ആർക്കും കൂടെ ഭരണം കൊടുക്കണ്ട. ഇതിനെതിരെ തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്നതുപോലെ ജനം ഇത് മനസ്സിലാക്കണം. ഈ അമ്പലക്കൊള്ളക്കാരന്മാരെ, ഈ മതവർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ കള്ളന്മാരെ, ഈ ആചാര ലംഘനം നടത്തിയതിൻ്റെ പ്രായച്ചിത്തമായിട്ടാണല്ലോ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പോയത്. അതെ, പിന്നെയും അവിടെ പോയി ആചാര ലംഘനമല്ലേ നടത്തിയിരിക്കുന്നത്. ഈ മത്സ്യമാംസാദികൾ അവിടെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്മണിയെയും ബാക്കിയുള്ള മറ്റേ ഫെമിനിസ്റ്റുകൾ അതിനകത്ത് കയറ്റിയത് ആർത്തവ. അന്ന് കണ്ടില്ലേ കൊച്ചിയിൽ നടന്ന ഇവരുടെ വിശ്വാസ സംഗമത്തിനെതിരെ നടന്ന സമ്മേളനങ്ങൾ, ആർത്തവ രക്തം ചിന്തുന്ന ബാനറുകളൊക്കെ വെച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീകളെ അവിടെ കയറ്റിയതും മുഖ്യമന്ത്രി അവിടെ നടത്തിയ ആഗോള സംഗമവും തമ്മിൽ ആചാരലംഘനമാണ്. അതും ശബരിമല പരിപാവനമായ ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിച്ചത് ലംഘിച്ചിരിക്കുന്നു. അപ്പോൾ പമ്പ മുതൽ ശബരിമല സന്നിധാനം വരെ പുണ്യാഹം തളിക്കണം. ആ രീതിയിലുള്ള ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളെ ലംഘിച്ചതിനെതിരെ ബഹുമാനപ്പെട്ട കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. ഇത് വളരെ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ചേട്ടാ. ഇവിടെ ഈ ഒരു മതത്തിന് മേരെ മാത്രം ഇവർക്ക് കുതിര കയറേണ്ട കാര്യം എന്താ? മറ്റ് ന്യൂനപക്ഷങ്ങളെ അവർ മിണ്ടുന്നില്ലല്ലോ, താലോലിക്കുകയല്ലേ. ഒരു ഹൈന്ദവ സമ്മേളനങ്ങൾ നടക്കുമ്പോഴോ അതിൽ പോലും വരുവാൻ പറ്റാതെ ഇവിടുത്തെ മതരാഷ്ട്രവാദത്തിന് കൂട്ടുനിൽക്കുന്നവരെ കൂടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസുമാണ്. നമുക്കറിയാം ഇപ്പോൾ വരുന്ന VD സതീശൻ്റെ യാത്ര. അദ്ദേഹം കാണുന്ന മതസ്ഥാപനങ്ങളിലെല്ലാം മുക്കറുകളെ കാണുന്നു, നേതാക്കളെ കാണുന്നു. എവിടെ 5 രാജ്യവിരുദ്ധ സംഘടനകളുടെ വോട്ട് കിട്ടുമോ അവരെ കാണുന്നു. പുത്തരിക്കണ്ടം പോലുള്ള സമ്മേളനങ്ങളിൽ, കാന്തപുരത്തിൻ്റെ യോഗങ്ങളിൽ CM പോലുള്ളവർ ഓടിക്കയറുന്നു. അത് പ്രതിപക്ഷ നേതാവ് വരുന്നു. അപ്പോൾ ഇത് രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. മതന്യൂനപക്ഷങ്ങളെയും പ്രീണിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു ജിഹാദി രാഷ്ട്രമാക്കുവാൻ കേന്ദ്രം പറയുന്നത് ശരിയാണ്. ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കേസുകൾ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ ഇവിടുത്തെ അമ്പല ധ്വംസകൾക്കെതിരെയുള്ള കേസുകളാണ്. അപ്പം പൂങ്കാവനമാകെ ശുദ്ധികലശം നടത്തും എന്ന് സാരം ആണ്. ഇത് വേറൊരു ഇതുണ്ട്. നമ്മുടെ ടിപ്പു സുൽത്താൻ 14-ാം നൂറ്റാണ്ടിൽ
മലപ്പുറത്തെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച സ്വർണത്തിനും രത്നത്തിനും വൈഡൂര്യത്തിനുമാണ്. പക്ഷേ അദ്ദേഹം ബാക്കി ക്ഷേത്രങ്ങളെ ആ രീതിയിൽ തകർക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇവിടുത്തെ നവയുഗ ടിപ്പുവായിട്ടുള്ള ഭരണാധികാരി ചെയ്തിരിക്കുന്നത് എന്താ? ക്ഷേത്രത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും തകർക്കണം. ആചാര ലംഘനത്തിന് ബിന്ദു അമ്മിണിമാരെ അവിടെ കയറ്റി, അതുപോലെ തന്നെ രഹന ഫാത്തിമയെ പോലുള്ളവരെ കയറ്റി അശുദ്ധമാക്കി. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് വിദേശ മലയാളികളെന്നും പറയുന്നു, ഇദ്ദേഹം പോയ സ്ഥലത്തുള്ളവരെ തൃപ്തിപ്പെടുത്താനെന്നും പറയുന്നു. അത് ഇൻ്റലിജൻസും കേന്ദ്ര അന്വേഷണിക്കുന്ന ഏജൻസികളും പുറത്തു കൊണ്ടുവരട്ടെ. അത്തരത്തിലുള്ള വ്യവസായികൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഈ കാശുകൾ ഈ മലയാളികളെ, വിദേശ മലയാളികളുടെയോ വെളിയിലുള്ളവരുടെ അല്ലല്ലോ. കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ കാണിക്കേട്ട 8 കോടി രൂപയല്ലേ ഇവരവിടെ പുട്ടടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 8 കോടി രൂപയുടെ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് 8 എന്നല്ല. ഇന്നത്തെ ചില സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും 11 കോടിയോളം വരുന്നു. ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതിൽ അവിടുത്തെ റോഡുകൾ ടാർ ചെയ്യുവാൻ, വരുന്ന ഭക്തജനങ്ങൾക്ക് കുടിക്കേണ്ട വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ, പ്രാഥമിക കൃത്യം നിർവഹിക്കേണ്ട കക്കൂസുകൾ, വിരിവയ്ക്കുവാൻ വേണ്ടി പൂങ്കാവനത്തിൽ വിരിവയ്ക്കുന്ന ഇത് വേണ്ടല്ലോ. കേന്ദ്രം പറഞ്ഞില്ലേ, പ്രാഥമിക കൃത്യ നിങ്ങളുടെ അവിടുത്തെ വിദേശത്ത് നിന്ന്, ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്ന ഭക്തർക്ക് ചെങ്ങന്നൂരിൽ വിരിവയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് പമ്പയിലേക്ക് റെയിൽപാത കൊടുക്കാം. 850 കോടി രൂപ ഉടനെ അനുവദിക്കാം. പ്രാഥമിക കൃത്യം നിർവഹിച്ച് നിങ്ങൾ സർവേ തരും. അതിനെത്രയാ ചിലവ്? 3 കോടി രൂപയാണ് ഈ അലൈൻമെൻറ്റ് ചെയ്യുവാൻ വേണ്ടി. അത് മുടക്കുവാൻ മുഖ്യമന്ത്രിക്ക് തയ്യാറായില്ല. ഇന്ന് 10 കോടിയിൽ പരം രൂപ അവിടെ ദൂർത്തടിച്ചിരിക്കുന്നു. ഇതിനെതിരെ വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഹൈന്ദവ ഭക്തജനങ്ങൾ, കേരളത്തെ സ്നേഹിക്കുന്ന ഹിന്ദു വിശ്വാസികൾ ഈ ഗവൺമെൻറ്റിനെതിരെ തിരിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.